അത്യാവശ്യം പിന്നെന്താ എന്താ ആവശ്യം എനിക്കൊരു കാര്യം പറയാം. ആണോ പറഞ്ഞോ. എൻ്റെ പേര് വൈഗ. ഞാൻ GHS തെങ്ങോളിൽ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ സ്കൂള് നല്ലൊരു അടിപൊളി സ്കൂളാണ് അല്ലേ? പക്ഷേ ഞങ്ങളുടെ സ്കൂളിന് ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ LP വിഭാഗം കുട്ടികൾ പഠിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ തന്നെ മരങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ ഒരു പോർഷനാണ് ഇത് മെയിനായിട്ട് പ്രശ്നമുള്ളത്. അപ്പോൾ ടീച്ചർമാർ ഞങ്ങൾ ഗ്രൗണ്ടിനെ അങ്ങോട്ട് വിടാറില്ല. ആദ്യമൊക്കെ വിടാറുണ്ട്. പിന്നെ ഈ മഴ സമയമാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ദോഷമായതുകൊണ്ട് ഞങ്ങൾ വിടാറില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വരിക. ഇതൊക്കെ മോള് പറഞ്ഞതൊക്കെ ശരിയാണോ? ഏറെക്കുറെ ശരിയാണ് സാറേ. അതായത് ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ വർഷങ്ങളിലും അത് കൂടുതൽ ഭാഗം അടർന്നടന്ന് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അറ്റത്തേക്ക് അതിൻ്റെ സമീപത്ത് തന്നെ എത്തിയിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? നോക്കാം തീർച്ചയായിട്ടും നമുക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ LP UP ബ്ലോക്ക്. ഈ ബിൽഡിങ്ങിൽ നിന്ന് ഇപ്പം നമ്മുടെ ഈ ഭീഷണി ഉള്ളതായിട്ടുള്ള സ്ഥലത്തേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 മീറ്ററേ ഉള്ളൂ. ഇത് നല്ല ആഴമുണ്ട്. ഇതിന് ഏകദേശം ഒരു 10-15 മീറ്ററോളം അതിൽ കൂടുതൽ ആഴമാണ് നിൽക്കണേ. ഇത് മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ട്. അവിടെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഇടിഞ്ഞതാണോ? ഈ മഴയത്ത് ഇടിഞ്ഞാണ്. ഈ മരങ്ങളല്ല ഈ സൈഡ് ഇങ്ങനെ ഓരോ ദിവസം മഴ കൂടുന്തോറും ഈ പറയുന്ന അരിക് കൂടുതൽ ഭാഗമായിട്ട് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിനോട് ഇപ്പോൾ ഏകദേശം തൊട്ടടുത്തെത്തി കഴിഞ്ഞു. ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് 10-25-30 മീറ്റർ താഴ്ചയാണുള്ളത്. ആ താഴ്ചയിലേക്ക് ഒരു കുട്ടി മണ്ണിടിഞ്ഞാതെ തന്നെ ഒരു കുട്ടി അതിലേക്ക് കാൽ വഴുതി വീണ് പോവോ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വലിയ ദുരന്തമായി തീരും. നമുക്ക് അതിനൊരു പരിഹാരം എത്രയും വേഗം ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത് ഒറ്റ പ്രാവശ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ ഈ ഭീഷണിയിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിലെയും ഞങ്ങളുടെ കുട്ടികളെയും രക്ഷിക്കാനായിട്ടുള്ളൊരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല അതിന് പരിഹാരം ഉണ്ടാകേണ്ടത്. ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാം. അനീഷ് തോട്ടക്കാടിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.